അങ്ങനെ വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാന 4 ടീമുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ മികച്ച ലീഗിൽ നിന്ന് വരുന്ന അൽ ഹിലാലിനെ ബ്രസീലിയൻ ടീമായ ഫ്ലുമിനൻസിയെ പരാജയപ്പെടുത്തി. ഏതായാലും പെലെയും നെയ്മറും റൊണാൾഡീനും അടക്കമുള്ള ലെജൻസിനെ വളർത്തിയെടുത്ത ആ ഒരു മണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ടീമിന് അവരുടെ ആ ഒരു പ്രൗഢി കാണിച്ചല്ലേ പറ്റുള്ളൂ. ഏതായാലും ഫ്ലുമിനൻസിയെ നേരിടാൻ പോകുന്നത് ചെൽസിയെയാണ്. സെമി ഫൈനൽ പോരാട്ടത്തിൽ 2 റെഡ് കാർഡ് കണ്ട മത്സരം, മുസിയാലക്കേറ്റ ആ ഒരു ഇഞ്ചറി, PSG നേടിയ 2 ഗോളുകൾ, കീപ്പർമാരുടെ അത്യുഗ്രൻ സേവുകൾ, അങ്ങനെ ആവേശഭരിതമായിരുന്നു ആ ഒരു PSG വേഴ്സസ് ബയർ മാച്ച്. കൂടാതെ ബൊറൂസിയെ 2-നെതിരെ 3 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് ആണ് PSG സെമി ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. നിലവിലെ യൂറോപ്പിലെ രാജാക്കന്മാരായ PSG ആയിരിക്കും അതോ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് ഉള്ള റയൽ മാഡ്രിഡ് ആയിരിക്കും ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്താൻ പോകുന്നത്. ഫ്ലുമിനൻസി ചെൽസിയെ നേരിടുന്നത് ചൊവ്വാഴ്ച രാത്രി, ബുധനാഴ്ച പുലർച്ചെ 12:30-ക്കാണ്. അതുപോലെ PSG വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം ബുധനാഴ്ച രാത്രി, വ്യാഴാഴ്ച പുലർച്ചെ 12:30-ക്കാണ്. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏതൊക്കെ ടീമായിരിക്കും സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് കയറാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.